ബീച്ചിലേക്ക് ഇറക്കിയതിന് ശേഷം ഞങ്ങൾ ആ ബീച്ചിൻ്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെ നടക്കാനായിട്ട് തുടങ്ങി. അവിടെ ഞങ്ങളെ കാത്തിരുന്നത് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഓരോ പരിപാടികളാണ്. അതിലെ ഒന്നാണ് അവിടെ ഇപ്പോൾ നടക്കുന്ന ഒരു സാൻഡ് ആർട്ട്. നിറയെ ശില്പികൾ ഒന്നിച്ചുകൂടി ചെയ്ത ഒരു ഫെസ്റ്റിവലാണ് ഇത്. ഇവിടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായിട്ടും അനേകം തീമുകളും അനേകം കമ്പനികൾ സ്പോൺസർഷിപ്പ് ചെയ്ത അവരുടെ ഓരോ ലോഗോകളും അവരുടെ ഓരോ തീമുകളും പ്രസൻറ്റ് ചെയ്ത് ഇവിടെ വലിയ രീതിയിൽ ഒരു സാൻഡ് ആർട്ട് ഫെസ്റ്റിവൽ ഇവർ നിർമ്മിച്ചു വച്ചിരിക്കുന്നു. ഫ്രീ എൻട്രിയാണ്, ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ അതും കൂടി നടന്ന് കാണാനായിട്ട് തീരുമാനിച്ചു. രാത്രിയാവുമ്പോൾ ഇതിലും വളരെ ഭംഗിയാണ് എന്നാണ് അവിടെയുള്ള ഒരാൾ പറഞ്ഞത്. കാരണം അവിടെ പ്രത്യേകമായ ലൈറ്റ് ഷോകളും ഒക്കെ ഈ സാൻഡ് ആർട്ടിനെ വളരെ മനോഹരമായി പ്രൊജക്റ്റ് ചെയ്യും. രാത്രിയാവുമ്പോൾ ചാൻസ് ഉണ്ടെങ്കിൽ ഇനിയും വരാം. എന്നിരുന്നാലും ഇപ്പോൾ കയറി കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ അകത്തേക്ക് കയറി. ഈ സാൻഡ് ആർട്ടിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ഒരു റൂമാണ്. ഈ റൂമിനകത്ത് ഈ സാൻഡ് ആർട്ട് ഉണ്ടാക്കിയവരുടെ ഡീറ്റെയിൽസും ഇതിലുള്ള സാൻഡ് ആർട്ടിൻ്റെ തീംസിനെ പറ്റിയും ഒക്കെ വിവരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹിസ്റ്ററീസും അതിൻ്റെ എക്യുപ്മെൻറ്റ്സും ഒക്കെ ഡീറ്റെയിൽഡായി വർണ്ണിച്ച് വെച്ചിരിക്കുന്നു. അതുമാത്രമല്ല, ഈ സാൻഡ് ആർട്ടിൻ്റെ ഓരോ തീമും ഉൾപ്പെടുത്തി ടീഷർട്ടും കരകൗശല വസ്തുക്കളും ഇവിടെ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട്. സാൻഡ് ആർട്ടും കണ്ട് മുന്നിലേക്ക് നടക്കുമ്പോഴാണ് ഇവിടെ ആംസ്റ്റർഡാം കാനബിസ് സ്റ്റോർ ഉണ്ട് എന്നറിയുന്നത്. അങ്ങനെ അതിനുള്ളിലേക്ക് പ്രവേശിച്ച് എന്തൊക്കെയാണ് പ്രോഡക്ട്സ് ഇവിടെ വിൽക്കുന്നതെന്ന് അറിയാനായിട്ട് ഒരാകാംക്ഷ തോന്നി. കാരണം ഇവിടെ കാനബിസ് ലീഗലാണ്. ഡ്രഗ്സിൻ്റെ ഉപയോഗം കുറ്റകരമാണ്. അത് ഉപയോഗിക്കുന്നതിനോ പ്രോത്സാഹിപ്പിക്കുന്നതിനോ വേണ്ടിയല്ല, തികച്ചും എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിൽ കാണുന്ന ഞാനോ എൻ്റെ കൂടെയുള്ളവരോ ഇത് വാങ്ങി ഉപയോഗിച്ചിട്ടുമില്ല. ഇവിടെ കാനബിസ് ഫുള്ള് ലീഗലാണ്. കാനബിസിന് മാത്രമുള്ള ഷോപ്പാണ് ഇത്. കാനബിസ് വൈനാണ് ഇത്. ഫുള്ള് കാനബിസിൻ്റെ ഓരോ പ്രോഡക്ട്സാണ്. ഷീറ്റ്സ്, ബാക്കി ഓരോ ഗമ്മീസ്, ചോക്ലേറ്റ്സ്, എല്ലാ പ്രോഡക്ട്സും ഇവിടെ ലീഗലാണ്. സ്പെയിനിനുള്ളിൽ മാത്രം യൂസ് ചെയ്യാനായിട്ട്. നമുക്ക് വേറെ ഇൻ്റർനാഷണൽ എയർപോർട്ട് വഴിയോ അങ്ങനെയൊന്നും നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു അവൈലബിലിറ്റി ഇല്ല. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെ കണ്ട് ഞങ്ങൾ പിന്നെയും ബീച്ചിലേക്ക് ഒരു വാക്കിങ്ങിനായി ഇറങ്ങി.